ബി.ജെ.പി. പ്രതിനിധി അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണനിലേക്കാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ഇപ്പോൾ കേരളത്തിൽ മതഭീകരതയുണ്ട്, അതിൻ്റെ വേരുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായും നിരാകരിക്കുന്ന ഒരു സമീപനം ഇടത് വലത് മുന്നണികൾ നമ്മുടെ കേരളത്തിൽ നടപ്പാക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലങ്ങളായി. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജലീൽ പുനലൂരും അതേ വാദഗതി തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മളൊന്ന് ചരിത്രത്തിലേക്ക് പോയാൽ 2007 നടന്ന വാഗമൺ സിമി ക്യാമ്പ്, ഈ വാഗമൺ സിമി ക്യാമ്പാണ് യഥാർത്ഥത്തിൽ അഹമ്മദാബാദ് സ്ഫോടനങ്ങൾക്കുള്ള ഗൂഢപദ്ധതി തയ്യാറാക്കുന്നത്, പരിശീലനം നടക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇതൊന്നും ഇല്ല എന്നുള്ള പ്രചാരണം ഇവർ കൊഴുപ്പിക്കുന്നത്. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ആഗോളതലത്തിലുള്ള ഇസ്ലാമിക് ഭീകരവാദം അത് ലോകം മുഴുവനും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ജലീൽ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ലോകത്ത് മുഴുവനും ഇസ്ലാമിക് ഭീകരവാദം ഉണ്ട്. അത് ജനം ചാനൽ പറയുകയോ ഗോപാലകൃഷ്ണൻ പറയുകയോ അല്ലെങ്കിൽ വേറൊരാൾ പറയുകയോ ഒന്നുമല്ല. വിക്കിപീഡിയ എടുത്താലും ലോകത്തെ ഏത് അറിയപ്പെടുന്ന ന്യൂസ് ചാനൽ എടുത്താലും ഗൂഗിൾ എടുത്താലും ഏതിലെടുത്താലും ഇസ്ലാമിക് ഭീകരവാദം എന്ന ഒന്ന് ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് ലോകത്ത് പ്രധാനപ്പെട്ട 4 ഓർഗനൈസേഷനാണ് ആ ലോകത്ത് ഇസ്ലാമിക് ഭീകരവാദം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1979 തൊട്ട് 2024 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഇസ്ലാമിക് ഭീകരവാദത്തിൻ്റെ ഭാഗമായിട്ട് 66,872 സ്ഫോടനങ്ങളും കൊലപാതകങ്ങളും ബസ് കയറ്റിക്കൊല്ലലും അടക്കം നടന്നിട്ടുണ്ട്. ഇൻസിഡൻസ് ഇസ്ലാമിക് ഭീകരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരപരാധികളായ പൗരസമൂഹത്തെ കൊല്ലാൻ വേണ്ടി, ബോധപൂർവമായി കൊല്ലാൻ വേണ്ടി എന്തിനു കൊല്ലുന്നു എന്നുള്ളതിൻ്റെ ഉത്തരം എനിക്കറിയില്ല. അതിലിപ്പോൾ ഖുറാനിൽ പറയുന്നുണ്ടെങ്കിൽ ഞാൻ ആ വിഷയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഖുറാൻ പഠിച്ച 2 പേര് ഇവിടെ ഉണ്ട്, അവരത് പറയട്ടെ. പക്ഷേ എന്തിനാണ് ഇങ്ങനെ ഈ ലോക ഇസ്ലാമിക് രാഷ്ട്രമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഈ പൗരസമൂഹത്തെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ നമ്മൾ കണക്കാക്കി നോക്കിയാൽ ഏതാണ്ട് ഈ കാലയളവിൽ 66,872 ഞാനൊരു പഠന റിപ്പോർട്ടാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതിനകത്ത് 2,49,941 പേർ വധിക്കപ്പെട്ടിട്ടുണ്ട്. അവർ ഏകദേശം വധിക്കപ്പെട്ടവരിൽ വലിയ വിഭാഗം ആൻറ്റി മുസ്ലിം അഥവാ നോൺ മുസ്ലിം, ആൻറ്റി മുസ്ലിം അല്ല, നോൺ മുസ്ലിമാണ്. പക്ഷേ മുസ്ലിം സഹോദരങ്ങളും ധാരാളം ഇവരുടെ അറ്റാക്കിൽ മരിച്ചിട്ടുണ്ട്. 2013 ശേഷമാണ് ലോകത്തത് ഉയർന്നത് എന്നാണ് അവർ പറയുന്നതെങ്കിലും അതൊന്നും ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല. ഞാൻ മിസ്റ്റർ ജലീലിനോട് ചരിത്രപരമായ 2-3 കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഇസ്ലാമിക് ടെററിസം ലോകത്ത് നിലനിൽക്കുമ്പോൾ ആ ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഒരു വാലറ്റമായിട്ട്, അതിൻ്റെ അകത്തെ ഒരു കണ്ണിയായിട്ട് കേരളം എപ്പോഴും അറിയപ്പെടാറുണ്ട്. ബംഗ്ലാദേശിലെ ഒരു പള്ളി ക്രിസ്തുമസ് ദിനത്തിൽ ബംഗ്ലാദേശിലെ ഒരു പള്ളി തകർക്കുകയും ആ ക്രിസ്തുമസ് ദിനത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന ക്രിസ്ത്യാനികളടക്കം പൊട്ടിത്തെറിക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മളാരും പറയുന്നതല്ല. ആ സ്ഫോടനത്തിലും മലയാളി ഉണ്ടായിരുന്നു. അപ്പോൾ മലയാളി എന്ന് പറയുന്നത് ലോക ഇസ്ലാമിക് ടെററിസത്തിൻ്റെ ഭാഗമായി മാറുന്നു. മലയാളിയിൽ ആരാണ് മാറുന്നത്? അൺഫോർച്ചുനേറ്റ്ലി, ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ കേരളത്തിലെ നല്ല കുടുംബത്തിലെ വിദ്യാഭ്യാസമുള്ള ഇസ്ലാമിക് മതവിശ്വാസം കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് ഇതിലെ സൂത്രധാരകന്മാരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ 38 പേരെ വധശിക്ഷയ്ക്ക് വിധിച്ച 2008 അഹമ്മദാബാദിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ നമ്മുടെ ചർച്ച. ആ ചർച്ചയിൽ കേരളത്തിലെ 4 പേരുണ്ട്. ആ കേരളത്തിലെ 4 പേരാരാ? അവരില്ല എന്ന് പറയാൻ പറ്റുമോ? കോടതി ഒന്നും കാണാതെ, ഞാനൊന്ന് പറയാൻ അനുവദിക്കണേ, കോടതി ഒന്നും കാണാതെ കോടതിയെ 4 പേരെ ശിക്ഷിക്കുമോ? 2007 ഉത്തർപ്രദേശ്
വാരണാസി സ്ഫോടനമായാലും 2009 സ്ഫോടനമായാലും 2001 സ്ഫോടനമായാലും ഇന്ത്യയിൽ നടന്ന എല്ലാ സ്ഫോടനങ്ങളുടെയും പിന്നിൽ ഒന്നുകിൽ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട ഭീകരപ്രസ്ഥാനം, പാകിസ്ഥാനെ സഹായിക്കുന്ന ഭീകരപ്രസ്ഥാനം. ഇപ്പം ഞാൻ വേറൊരു ഉദാഹരണം പറയാം. ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു സ്കൂൾ ബസ്സിൽ, അതായത് ഈ ഇസ്രായേലിലെ ഒരു സ്കൂൾ ബസ്സിൽ 9 കുഞ്ഞുങ്ങളെയും 12 പേരെയും കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പാലസ്തീനിലെ ഭീകരവാദികളാണ് ചെയ്തത്. ആ ഭീകരവാദികളുടെ പേരറിയോ? ജലീലിന് പോപ്പുലർ ഫ്രണ്ട് ഫോർ ദ ലിബറേഷൻ ഓഫ് പാലസ്തീൻ എന്നാണ്. പോപ്പുലർ ഫ്രണ്ട് എന്നാണ് അതിൻ്റെയും പേര്. കേരളത്തിലുള്ളതിൻ്റെയും പേര് പോപ്പുലർ ഫ്രണ്ട് എന്നാണ്. എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട സാധാരണ ആളുകളെ ഇങ്ങനെ കൊന്നൊടുക്കിക്കൊണ്ട് എന്ത് ഗുണമാണ് ഇവർക്ക് കിട്ടാൻ പോകുന്നത്? ഏത് മോക്ഷമാണ് കിട്ടാൻ പോകുന്നത്? അങ്ങനെ ഈ മതവിശ്വാസത്തിലൂടെ മോക്ഷം നേടുന്നത് ആളുകളെ കൊന്നുകൊണ്ടാവണം, അല്ലെങ്കിൽ ഇസ്ലാം അല്ലാത്ത ആളുകളെ കൊന്നുകൊണ്ടാവണം തങ്ങൾക്ക് മോക്ഷം കിട്ടുന്നത് എന്ന് പഠിച്ചിട്ടാണോ ഇവരിത് ചെയ്യുന്നത്? അങ്ങനെ പഠിപ്പിക്കുന്നതാണോ ഈ മതം എന്ന് പറയുന്നത്? നമ്മുടെ നാട്ടിൽ ധാരാളം മുസ്ലിം സഹോദരങ്ങളുണ്ട്. എൻ്റെ എത്രയോ സുഹൃത്തുക്കളുണ്ട്. ഇന്ത്യയിലെ ദേശീയവാദികളായിട്ടുള്ള ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും സത്യസന്ധമായി പറഞ്ഞാൽ, ആത്മാർത്ഥമായി പറഞ്ഞാൽ വളരെ സമാധാനത്തോടുകൂടി ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ ആ മുസ്ലിങ്ങൾക്ക് പോലും ഇപ്പം ഇവിടെ ചർച്ചയ്ക്ക് വന്ന ജലീൽ, അദ്ദേഹം സമാധാനപരമായിട്ട് നമ്മുടെ നാട് കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് പോലും നാണക്കേട് ഉണ്ടാകുന്ന തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങൾ, ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഭീകരപ്രവർത്തനങ്ങളിൽ കേരളത്തിലെ ഈ ഭീകരവാദികൾ പങ്കാളികളാവുമ്പോൾ നിങ്ങൾ വെള്ളപൂശാൻ നിൽക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. നിങ്ങളിങ്ങനെ വെള്ളപൂശാൻ നിന്നാൽ അവസാനം ഇതെവിടെ എത്തിച്ചേരുമെന്നൊന്നും പറയാൻ പറ്റില്ല. അവസാനം ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ എല്ലാവരും കൂടി വെളിയിലിറങ്ങും. പിന്നെ എന്താണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. അവിടെ ഒരേ ഒരു കാര്യമേ ഉള്ളൂ: അക്രമത്തെയും ഭീകരവാദത്തെയും എതിർക്കണം. ഭീകരവാദത്തിനെ അനുകൂലിക്കുന്ന ഏത് മതഗ്രന്ഥമായാലും അത് ശരിയല്ലെന്ന് പറയാൻ പറ്റണം. അത് പറയണം. ഞാൻ ഇന്നത് എന്ന് പറയുന്നില്ല. ആര് പറഞ്ഞാലും അത് ശരിയല്ല. ഭീകരവാദം ഒരിക്കലും ഒരു രാജ്യത്തിന്, ഒരു സമൂഹത്തിന് ഒരിക്കലും ചേർന്നതല്ല. പക്ഷെ കേരളത്തിലെ അവസ്ഥ എന്താ? കേരളത്തിൽ ഇവരെല്ലാം, ഈ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം, ഈ ജലീലടക്കം ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ ഇവരെല്ലാവരും പറയും ഈ ഭീകരവാദത്തിനെതിരായ പോരാട്ടം നടത്തണം, ഞങ്ങൾ അംഗീകരിക്കില്ല. പക്ഷേ ഇവർ ഈ ഭീകരവാദികളുടെ വോട്ട് മേടിച്ചുകൊണ്ടാണ്, അവരുടെ സപ്പോർട്ടിലാണ് ഇവർ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് വെള്ളയടിച്ചു കൊടുക്കണം. അവർക്ക് വെള്ളയടിച്ചു കൊടുക്കാതെ ഭരിക്കാൻ പറ്റില്ല. ഇപ്പം ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരവാദ ഇസ്ലാമിക് ഭീകരവാദം പടുത്തുയർത്താൻ ശ്രമിക്കുന്ന, ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കാൻ പടുത്തുയർത്താൻ ശ്രമിക്കുന്ന, അപരമതങ്ങ വിദ്വേഷം പരത്താൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. നിഷേധിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ഒരു സംഘടനയായിരുന്നു സിമി. 2001 സിമി നിരോധിച്ച് 2001 സിമി നിരോധിച്ചു. BJP സർക്കാരൊന്നും അല്ല നിരോധിച്ചത്. 2001 ഏതാ സർക്കാരെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ എല്ലാവരും കൂടി കൂട്ടായിട്ടാണ് സിമിയെ നിരോധിക്കുന്നത്. സിമിയെ രണ്ടാമത്തെ പ്രാവശ്യമാണ് 2001 നിരോധിച്ചത്. അതിന് മുമ്പ് നിരോധിച്ചതാണ്. അപ്പോൾ ആദ്യം സിമിയെ നിരോധിച്ചത് ആരാണ് എന്ന് ആലോചിക്കണം. അങ്ങനെ സിമി എന്തുകൊണ്ട് നിരോധിക്കപ്പെട്ടു? ലോകം മുഴുവനും ഇസ്ലാമിക് രാഷ്ട്രമുണ്ടാവണം. അവരുടെ അന്നത്തെ മതിലിൽ എഴുതിയ പോസ്റ്റർ, മതിലിൽ എഴുതി വെച്ചത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെച്ചത് എല്ലാവർക്കും അറിയാം. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഈ സംഘടനകളെ, ജമാഅത്തെ ഇസ്ലാമിയെ, പോപ്പുലർ ഫ്രണ്ടിനെ ഒക്കെ കൈ കഴുകി വെള്ളപൂശി അവരെ താലോലിച്ച് അവരുടെ സപ്പോർട്ടിൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടതും വലതും. ഇപ്പം ഇവിടുത്തെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞതോ, ആ ജമാഅത്തെ ഇസ്ലാമി അല്ല ഈ ജമാഅത്തെ ഇസ്ലാമി. അങ്ങനെ ഒരു ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? ഇന്ത്യൻ ഭരണഘടനയെ ഞാൻ ചോദിക്കട്ടെ, ജലീൽ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്നുണ്ടോ ജലീൽ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കാത്ത ജമാഅത്തെ ഇസ്ലാമിയെ തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ? NDF-നെ തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ? ഈ ഭീകരവാദത്തെ തള്ളിപ്പറയാൻ തയ്യാറാവണ്ടേ? അപ്പോൾ ഭീകരവാദം എന്നുള്ളത് ലോകത്ത് മുഴുവനുണ്ട്. ഞാൻ ഒറ്റ പോയിന്റും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിലൊന്നും ഉണ്ടായതല്ല. ഇപ്പം നേരത്തെ ഖുറാനെ ബേസ് ചെയ്ത് പറഞ്ഞല്ലോ. എനിക്ക് ആശ്ചര്യമായ ഒരു കാര്യം കൂടി പറഞ്ഞ ഞാൻ നെലിമ അതും കൂടി ഒന്ന് സൂചിപ്പിച്ചോട്ടെ. കാരണം ഇന്ത്യൻ ചരിത്രം, ഞാൻ ലോക ചരിത്രത്തിലേക്ക് പോകുന്നില്ല, ഇന്ത്യൻ ചരിത്രം ഏറ്റെടുത്താൽ ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യത്തെ യുദ്ധമുണ്ട്. ആദ്യകാല യുദ്ധം എന്ന് പറയുന്നത് ഏതാണ്ട് 8-ാം നൂറ്റാണ്ട് വരെയുള്ള യുദ്ധമാണ്. ഹൂണന്മാർ, പഹുവലന്മാർ, കകാടന്മാർ, മകാടന്മാർ, അങ്ങനെ കുറേ ആൾക്കാർ. പക്ഷെ അവരാരും സമൂഹത്തെ
കൊള്ള ചെയ്തില്ല, ക്ഷേത്രങ്ങളെ കൊള്ള ചെയ്തില്ല, അവരാരും മതം മാറ്റാൻ ശ്രമിച്ചില്ല. ഈ ഹൂണൻ എന്ന് പറയുന്ന വർഗം അവരാണ് രാജസ്ഥാനിലെ രജപുത്രന്മാർ. പക്ഷേ 8-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് ഗസനിയും ഗോറിയും വന്നു, ഇൽത്തുത്മിഷ് വന്നു, അലാവുദ്ദീൻ ഖിൽജി വന്നു, അതിനുശേഷമുള്ള ചരിത്രത്തിൽ ബാബർ വന്നു, ബാബറിന് ശേഷം ഈ എൻഡിൽ ഔറംഗസീബ് വന്നു. ഈ പിന്തുടർച്ച മുഴുവനും അമ്പലങ്ങൾ തകർക്കുകയും ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും ആളുകളെ മതപരിവർത്തനം ചെയ്യുകയും കൂട്ടക്കൊല ചെയ്യുകയും, അങ്ങനെയാണല്ലോ 2021 കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തതാണ്. മതപരിവർത്തനം നടത്തി ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അപരമതങ്ങളെ കൊല്ലുക. അപ്പം ഇത് ആ കാലഘട്ടം മുതൽ ഉണ്ടായതാ. അതെന്തുകൊണ്ടുണ്ടായി? അത് ഏതെങ്കിലും പ്രത്യേക ഏരിയയിലോ പ്രത്യേക കാലഘട്ടത്തിലുണ്ടായതാണോ? അല്ല. ശിവാജി മഹാരാജ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ രാജാവ്, വേണ്ട സർദാർ KM മണിക്കർ എന്ന് പറയുന്ന ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാന്തരം എഴുത്തുകാരൻ പറഞ്ഞത്, ഹമ്മാറ തൊട്ട് കുംഭൻ വരെ, കൃഷ്ണദേവരായ തൊട്ട് രാമരായർ വരെയുള്ള രാജാക്കന്മാരുടെ ജോലി രാജ്യ സംരക്ഷണത്തെക്കാൾ കൂടുതൽ ക്ഷേത്രത്തെ സംരക്ഷിക്കലായിരുന്നു, ഹിന്ദുക്കളെ മതപരിവർത്തനത്തിൽ നിന്ന് സംരക്ഷിക്കലായിരുന്നു. നിങ്ങൾക്കറിയാലോ, അന്നത്തെ ശങ്കരാചാര്യരാണ് കൃഷ്ണദേവരായർക്ക്, വിജയനഗരത്തിൻ്റെ സാമ്രാജ്യം സ്ഥാപിച്ച കൃഷ്ണദേവരായർക്ക് വാള് കൊടുത്തത്. അതേ മനോഭാവമാണ്. അന്ന് വാളാണെങ്കിൽ ഇന്ന് ബോംബാണ്. മനോഭാവം ഒന്നാണ്. അന്ന് ഈ അന്നത്തെ രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് നടന്നത്. ഹിന്ദുക്കളെ കൂട്ടക്കുരുതി ചെയ്ത് മതം മാറ്റിയെങ്കിൽ അതേ മൈൻഡ് സെറ്റാണ് ഇന്നും നടക്കുന്നത്, ഇന്നും ഇന്ത്യയിൽ നടക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടില്ല എന്ന് പറയുന്നത്, കേട്ടില്ല എന്ന് പറയുന്നത് ഭരിക്കാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രതയിൽ ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ കൊണ്ട് നടക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരു ദിവസം ഈ മുഖ്യമന്ത്രി VD സതീശൻ്റെ വീട്ടിലും ഇവരെത്തും, ആ സമൂഹത്തിലും എത്തും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം VD സതീശനും ഇല്ല, പിണറായി വിജയനും ഇല്ല. അവരെ സംബന്ധിച്ചോളം അപരമത വിദ്വേഷ വിരുദ്ധ ഭീകരവാദമാണ്. അപ്പോൾ ഒരു ദിവസം അത് എത്തും. ആ എത്തുന്ന കാലഘട്ടത്തിൽ ബാക്കി ആരും ഉണ്ടാവില്ല. പണ്ട് മറ്റേ ഒരു ചിന്തകൻ പറഞ്ഞതുപോലെ. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ജലീലെ ഇതിനെയൊക്കെ എതിർക്കാൻ തയ്യാറാവണം, തൻ്റെ ഇടത്തോടു കൂടി സത്യസന്ധമായിട്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.